കർത്താവിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യങ്ങളിൽ നാം കാണുന്നു, ശിഷ്യന്മാരും ഗലീല പുരുഷന്മാരും സ്വർഗാരോഹണം ചെയ്യുന്നവനായ കർത്താവിനെ അവിടെ നോക്കി നിൽക്കുമ്പോൾ 2 ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷരായി. അവരോട് ചോദിക്കുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഈ അന്ത്യകാല സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് ഒറ്റ കാര്യമാണ്: എൻ്റെ യേശു വീണ്ടും മടങ്ങി വരാൻ സമയമായി. തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ, അവന് വേണ്ടി ജീവിക്കുന്ന, ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന തൻ്റെ വൃദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വേഗത്തിൽ വരുന്നു. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ വചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ തള്ളിക്കളയാം. ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ആരിതൊക്കെ വിശ്വസിക്കുമെന്നും ദൈവമില്ലെന്നും ഒക്കെ പറഞ്ഞ് നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ നമുക്ക് ജീവിക്കാം. പക്ഷേ ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അന്നാളിൽ അഹങ്കാരികളും ദുഷ്ടന്മാരും എല്ലാം താളടിയാകും. കർത്താവിനെ ഭയപ്പെടുന്നവരുടെ മേൽ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ സംഭവങ്ങളും ദൈവവചനത്തിൽ അതുപോലെ എഴുതി വച്ചിരിക്കുന്നു. വചനത്തിൽ പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും, എങ്കിലും വചനത്തിൻ്റെ വള്ളിയെങ്കിലുമോ പുള്ളിയെങ്കിലുമോ അത് മാറിപ്പോവുകയില്ല. ദൈവവചനം എന്ത് പറയുന്നതുമോ അത് അതുപോലെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. മരണത്തിനപ്പുറവും നമുക്ക് പ്രത്യാശ നൽകുന്ന കർത്താവിനെ തെസ്സലോനിക്കർ ഹൃദയലേഖനത്തിൽ ആ പ്രത്യാശയുടെ വാക്യങ്ങൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളത്തിങ്കൽ കണ്ണുമിക്കുന്ന നേരം കൊണ്ട് നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വമുള്ളതിനെ ധരിക്കും. ഈ ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നത് ശക്തിയിൽ ഉയർക്കും. ഈ അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് തേജസ്സിൽ ഉയർക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുവാൻ അവരോടൊന്നിച്ച് ആകാശമേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ നാം എന്നേക്കും അവരോടുകൂടെ വാഴും. ഈ പ്രത്യാശ നൽകുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ രക്ഷ ദൈവം നമ്മുടെ മേൽ പകരും. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. എന്നെ കേൾക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അറിയുവാൻ, ക്രിസ്തുയേശുവിന്റെ രക്ഷ ഇവരെല്ലാം അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം എല്ലാവരോടും കൂടെ ഇരിക്കണം. കർത്താവിനെ അറിയുവാൻ അവരുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും സകലത്തിനും ഉടയവനായ കർത്താവിന്റെ ആ സാന്നിധ്യം എല്ലാവരെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങൾക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ.